പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിനായി യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാം വാക്യം വായിക്കാം. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ദൈവമക്കളെ, യേശു കർത്താവ് വാമൊഴിയായി പറയുകയാണ്, ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി. നല്ല ഇടയന്റെ പ്രത്യേകത യേശു കർത്താവ് പറയുകയാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. യേശു കർത്താവ് ഈ ലോകത്തിലെ മനുഷ്യരാശിക്ക് വേണ്ടി സ്വന്തം ജീവനെ കൊടുക്കുവാനായി ഈ ഭൂമിയിലേക്ക് വന്നു എന്ന് യേശു കർത്താവ് വാമൊഴിയായി നമ്മോട് പറയുകയാണ്. നമ്മുടെ സർവ്വ അകൃത്യങ്ങളും അവന് മേൽ ചുമത്തി, ഹല്ലേലൂയ, നമ്മളെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി പിതാവായ ദൈവം താൻ സ്നേഹിച്ച തന്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. അവൻ ഈ അകൃത്യങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ തന്റെ ചുമലിന്മേൽ വഹിച്ച് നമുക്കെല്ലാവർക്കും വേണ്ടി പരമയാഗമായി ക്രൂശിന്മേൽ ക്രൂശിക്കപ്പെട്ട് രക്തം വാർന്ന് ഹല്ലേലൂയ മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനായ ആ യേശു ഉണ്ടല്ലോ, ആ യേശു നമ്മോട് പറയുകയാണ്, ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയന്റെ പ്രത്യേകത എന്താണ്? അവൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാതെ കൂലിക്കാരൻ ചെന്നായ വരുന്ന കണ്ട് ആടുകളെ വിട്ട് ഓടിപ്പോകുന്നു. ഹല്ലേലൂയ. കൂലിക്ക് നമ്മൾ ആളെ നിർത്തിയാൽ അവനുണ്ടല്ലോ ചെന്നായികളെ പിടിക്കുവാനായി, ആടുകളെ പിടിക്കുവാൻ ചെന്നായി വരുമ്പോൾ അവൻ ഓടിപ്പോകും. അവന്റെ ഉടമസ്ഥനും നല്ല ഇടയനും മാത്രമാണ് ചെന്നായ്ക്കളെ ഓടിച്ച് ആടിനെ രക്ഷിക്കുകയുള്ളൂ. ഞാനിതാ നല്ല ഇടയനാണ് എന്ന് പറയുകയാണ്. വീണ്ടും യേശു കർത്താവ് പറയുകയാണ്, വാതിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. അവന് വാതിൽക്കാവക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. തന്റെ ആടുകളെ അവനെ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. യേശു കർത്താവ് പറയുകയാണ്, ഞാൻ നല്ല ഇടയനാണ്. ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. ഞാൻ ആടുകളെ പേർ ചൊല്ലി വിളിച്ച് പുറത്ത് കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്ത് കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അന്യരുടെ ശബ്ദം അറിയായിയാൽ അവ അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകുന്നു. ഹല്ലേലൂയ. യേശു കർത്താവ് ആടുകളെ ഉപമിച്ച് മനുഷ്യരാശിയോട് പറയുകയാണ്, ഞാൻ നല്ല ഇടയനാണ്. അതുകൊണ്ട് എൻ്റെ ആടുകൾ, യേശുവിന് വേണ്ടിയുള്ള ആടുകളുണ്ടല്ലോ, അവരെന്റെ ശബ്ദം കേൾക്കുന്നു. എന്റെ ശബ്ദം കേട്ട് അവരെന്നെ അനുഗമിക്കുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ കർത്താവിനെ നമ്മൾ അനുഗമിക്കണം. ഹല്ലേലൂയ. കർത്താവ് നല്ല ഇടയനാണ് എന്ന് യേശു കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സങ്കീർത്തനം 23-ാം വാക്യത്തിൽ യേശു കർത്താവ് 23-ാമത് യഹോവയായ ദൈവം പറയുകയാണ്. ദാവീദിന്റെ സങ്കീർത്തനമാണ് 23:1. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ദാവീദ് പറയുകയാണ്, ദൈവമാണ്, യഹോവയായ ദൈവമാണ് എന്റെ ഇടയൻ. അങ്ങനെ ദൈവം എന്റെ ഇടയനായതുകൊണ്ട് എന്താണ്, എനിക്ക് ജീവിതത്തിൽ മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങൾ അവനെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിലേക്ക് എന്നെ നടത്തുന്നു. ഹല്ലേലൂയ. പച്ചപ്പുള്ള പുൽപ്പുറങ്ങളിൽ അവനെ കിടത്തുകയാണ്. ഹല്ലേലൂയ. തിരമാലകളില്ലാത്ത സ്വസ്ഥതമായി കിടക്കുന്ന വെള്ളത്തിനരികത്തിലേക്ക് അവനെന്നെ നടത്തുകയാണ്. അവിടുന്ന് എനിക്ക് വെള്ളം ധാരാളമായി കുടിക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അവനെന്നെ നീതി പാതകളിൽ കൂടെ നടത്തുകയാണ്. കൂരിരുണ്ട താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. കാരണം എന്താണ്? എൻ്റെ കർത്താവ് യേശു കർത്താവാണ് എൻ്റെ ഇടയൻ. യേശു കർത്താവ് ഇടയനായിരിക്കുന്നിടത്തോളം കാലം എനിക്ക് എന്ത് ചെയ്യേണ്ട, എനിക്ക് ഒന്നിനും പേടിക്കേണ്ട ആവശ്യമില്ല. ദൈവമാണ് എന്നെ നടത്തുന്നത്. അതുകൊണ്ട് അവൻ എൻ്റെ ഇടയനാണ്, നല്ല ഇടയനാണ്. അപ്പോ എൻ്റെ ജീവിതത്തിൽ ചെന്നായ്ക്കൾ വന്നാലും പുലിയും സിംഹവും വന്നാലും
അവൻ നമ്മെ കാത്തു പരിപോഷിപ്പിക്കുന്ന ദൈവമാണ്. യഹോവ എൻ്റെ ഇടയനാണെങ്കിൽ അവൻ നമ്മെ കാത്തു പരിപോഷിക്കും. ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചവനായ ദൈവമാണ് എൻ്റെ ഇടയനെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഭയപ്പെടുവാനൊന്നുമില്ല. ഓളങ്ങൾ വന്നോട്ടെ, തിരമാലകൾ വന്നോട്ടെ, ഹല്ലേലൂയ, ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ, ദൈവം നമ്മുടെ ഇടയനാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ തിരമാലകൾ വന്നാലും എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ദൈവം നമ്മെ കാത്തു പരിപോഷിപ്പിക്കുമെന്ന് അവൻ നമുക്ക് വാഗ്ദത്തം ചെയ്യുകയാണ്. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 6-ാം വാക്യം ഇങ്ങനെ പറയുന്നു: നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താതിന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. യേശു കർത്താവിന്റെ ക്രൂശീകരണത്തെ പറ്റി യെശയ്യാ പ്രവാചകൻ, ഹല്ലേലൂയ, യേശു കർത്താവ് ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രവചനാത്മാവിൽ പറയുകയാണ്: നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. ആടുകളെ വഴിതെറ്റിപ്പോകുന്ന പോലെ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മളെല്ലാവരും എന്താണ് തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താതിന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. ഹല്ലേലൂയ, നമ്മുടെ ഓരോരുത്തരുടെയും ഈ ജീവിതത്തില്, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മളുടെ ഓരോരുത്തരുടെയും അകൃത്യങ്ങളുണ്ടല്ലോ. യഹോവ എന്താണ് അകൃത്യങ്ങളെ എല്ലാം അവന്റെ മേൽ ചുമത്തി. ആരുടെ മേൽ ചുമത്തി? യേശു കർത്താവിന്റെ മേല് അവന്റെ അകൃത്യങ്ങള് മുഴുവനും ദൈവം ചുമത്തുകയാണ്. അങ്ങനെ ചുമത്തിയതിന് ശേഷം എന്താണ്? അങ്ങനെ ചുമത്തി അവൻ ക്രൂശിന്മേല് പരമയാഗമായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ പരമയാഗമായി തീർന്ന് നമ്മുടെ അകൃത്യങ്ങളെ അവൻ ക്രൂശിന്മേൽ വഹിച്ചു. അങ്ങനെയാണ് നമ്മുടെ പാവങ്ങളെ അവൻ മാറ്റിക്കളഞ്ഞത്. നമ്മുടെ അകൃത്യങ്ങളെ അവന്റെ മേൽ ചുമന്നു. ഹല്ലേലൂയ. നമ്മളെല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. പക്ഷേ ദൈവം നമ്മുടെ പാവങ്ങളെ അകറ്റിക്കളഞ്ഞ് അവരെല്ലോ കടലിന്റെ ആഴങ്ങളിലേക്ക് എറിഞ്ഞുകളഞ്ഞ്, ഹല്ലേലൂയ, എറിഞ്ഞുകളഞ്ഞ് നമ്മളെ ശുദ്ധീകരിച്ച ഒരു യേശു കർത്താവുണ്ട്. അവന്റെ ക്രൂശിന്മേലേക്ക് നമുക്ക് നോക്കിയാൽ നമുക്ക് ജീവിതത്തിൽ രക്ഷയുണ്ട്, ജീവിതത്തിൽ സമാധാനമുണ്ട് എന്ന് യേശു നമ്മെ ഓർപ്പെടുത്തുകയാണ്. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 13-ാം വാക്യത്തിൽ, ഹല്ലേലൂയ, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അതിനുള്ള സ്നേഹം ആർക്കുമില്ല. യേശു കർത്താവ് പറയുകയാണ്, സ്വന്തം സ്നേഹിതന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല എന്ന് പറയുകയാണ്. സ്വന്തം സ്നേഹിതന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ഇവിടെ യേശു കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി സ്വന്തം ജീവനെയാണ് തന്നിരിക്കുന്നത്. അത്രമാത്രം യേശു കർത്താവ് നമ്മെ സ്നേഹിച്ചു എന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. പത്രോസ് സുവിശേഷം 1 പത്രോസ് 5-ാം അധ്യായം 7-ാം വാക്യം, അവൻ നിങ്ങൾക്കായി കരുതുന്നതിനാൽ നിങ്ങളുടെ സകല ചിന്താഗതവും അവന്റെ മേലിട്ടുകൊള്ളുക. അവൻ നിങ്ങൾക്കായി കരുതിയിരിക്കുകയാണ്. യേശു കർത്താവ് എന്താണ്? നമുക്ക് വേണ്ടി കരുതുന്നതിനാൽ നമ്മുടെ സർവ്വ ചിന്താഗതങ്ങളും അവന്റെ മേലിട്ടുകൊള്ളുക. അവൻ നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. നമുക്ക് വേണ്ടി കരുതുന്നതിനാൽ നമ്മുടെ സകല ചിന്താഗതവും നമ്മുടെ ജീവിതത്തിൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സർവ്വ ചിന്താഗതങ്ങളും യേശുവിന്റെ മേലിട്ടുകൊള്ളുക. അവൻ നമ്മെ പുലർത്തുവാൻ ശക്തനാണ് എന്ന് യേശു കർത്താവ് നമ്മെ ഓർപ്പെടുത്തുകയാണ്. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. നമ്മൾ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനം ആരാണ്? ഇടയശ്രേഷ്ഠൻ യേശു കർത്താവ് മേഘാരൂഢനായി പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങൾ വാടാത്ത കിരീടം പ്രാപിക്കും. നമുക്ക് ഏക ലക്ഷ്യം ഒന്നാണ്, വാടാത്ത കിരീടം പ്രാപിക്കണം. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രയത്നത്തിനനുസരിച്ച്, ഓരോരുത്തരുടെയും പ്രയത്നത്തിനനുസരിച്ച് യേശു കർത്താവ് നമുക്ക് വേണ്ടി മഹത്തായ പ്രതിഫലം കരുതി വെച്ചിട്ടുണ്ട്. ആ വാടാത്ത കിരീടമുണ്ടല്ലോ, അത് പ്രാപിക്കുവാൻ അവന്റെ സന്നിധിയിൽ നിർമ്മലതയോടെ വിശുദ്ധിയോടെ, ഹല്ലേലൂയ, ദിനം പ്രതി നമ്മുടെ പാപങ്ങളെ കഴുകിക്കളഞ്ഞ്, ഹല്ലേലൂയ, യേശു കർത്താവിന്റെ പാദപീഠത്തിൽ ചെന്ന്, കർത്താവേ എനിക്ക് ക്ഷമിച്ചു, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ പാപം ചെയ്തു പോയി, തിരുരക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് പറയുമ്പോൾ യേശു കർത്താവ് നമ്മുടെ പാപങ്ങളെ കടലിന്റെ ആഴങ്ങളിലേക്ക് എറിഞ്ഞു കളയുന്ന ദൈവമാണ്. എത്ര
അവന്റെ നമ്മുടെ പാപങ്ങളെ അവന് ഹിമം പോലെ വെളുപ്പിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ ആ കുരിശിലേക്ക് നോക്കി അവന്റെ പാദപീഠത്തിൽ ചെന്ന ദൈവത്തോട് നമുക്ക് പറയാം, ഹതാവായ യേശുവേ, ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മളെ ശുദ്ധീകരിക്കുന്ന ദൈവമാണെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. നമുക്ക് നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാനു സുവിശേഷം 10-ാം അധ്യായം 11-ാം വാക്യം, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഇവിടെ യേശു കർത്താവ് പറയുകയാണ്, ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ എന്താണ്? വാതിലുകളിലൂടെയാണ് നല്ല ഇടയൻ കടക്കുന്നത്. ഞാൻ വാതിലാകുന്നു. യേശു കർത്താവ് പറയുകയാണ്, ഞാൻ വാതിലാകുന്നു, എന്നിൽ കൂടെ അല്ലാതെ ആർക്കും സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് കഴിയില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണോ? നിങ്ങൾക്ക് വേണ്ടി എന്റെ ജീവനെ കളയുന്നതിന് വേണ്ടിയാണ്. എന്റെ ജീവനെ ഞാൻ കളയുന്നുവെങ്കിൽ ഹല്ലേലൂയ ഞാൻ അതിനെ നേടുമെന്ന് യേശു കർത്താവ് പറയുകയാണ്. നമ്മൾ ഓരോരുത്തരും ഹല്ലേലൂയ കടുകുമണി ഹല്ലേലൂയ ഇത് വീണ് ചത്തില്ലെങ്കിൽ, അത് ഗോതമ്പുമണി വീണ് ചത്തില്ലെങ്കിൽ അതിന് ജീവിക്കുകയില്ല. അല്ല 100 മേണി ഫലം കിട്ടണമെങ്കിൽ അത് വീണ് ചാകേണ്ടതുണ്ട്. അതുകൊണ്ട് യേശു കർത്താവ് പറയുകയാണ്, ഞാൻ നല്ല ഇടയനാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്റെ ജീവനെ കളയുവാനായിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ സകല അകൃത്യങ്ങളും ഞാൻ എന്റെ ചുമലിന്മേൽ വെച്ച് ഞാനുണ്ടല്ലോ കാൽവരി ഗോകുൽത്തായിലേക്ക് പോവുകയാണ്. ആ ക്രൂശ് ചുമന്ന ഹല്ലേലൂയ സ്വർഗത്തിനും ഹല്ലേലൂയ ഭൂമിക്കും മധ്യേ ഹല്ലേലൂയ ഞാൻ മരിച്ച് ഹല്ലേലൂയ ആണികൾ തറച്ച് എന്റെ രക്തം വാർന്ന് ഞാൻ നിങ്ങൾക്ക് കൊടുക്കേണ്ട അകൃത്യങ്ങൾക്ക് വേണ്ടി അകൃത്യം ചെയ്യാത്ത, കുറ്റം ചെയ്യാത്ത യേശു കർത്താവ് കുറ്റം ചെയ്ത നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തുന്നേറ്റ് ജീവിക്കുന്നു. അതുകൊണ്ട് യേശു പറയാണ്, ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയനാണ്. നല്ല ഇടയൻ തന്റെ സ്നേഹിതന് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഈ വചനങ്ങളാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്ന സ്തോത്രം.